ശബരിമലയിൽ ഒരു പരികർമ്മി എന്ന് പറയുന്നത് ശബരിമലയിലെ അടിച്ചു തൊളിക്കാരൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അയാളുടെ സ്വത്ത് എന്ന് പറയുന്നത് 30 കോടിയാണ്. CPM-ന്റെ ഉന്നതരും UDF-ലെ ഉന്നതരും ഇയാളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്നലെ ഒരു കേസിൽ ജാമ്യം കിട്ടി, ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. ഇയാളെ കാണാനായി കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നു, അടൂർ പ്രകാശ് പോകുന്നു, രാജു എബ്രഹാം പോകുന്നു. ഇനി ആരൊക്കെ പോയിട്ടുണ്ട്, അവരൊക്കെ എന്തിനാണ് പോയതെന്നൊക്കെ ഉള്ളത് ED തൂക്കിപ്പറക്കിയെടുക്കും. എങ്കിലും ഒരു പരികർമ്മിക്ക് എങ്ങനെയാണ് ഇത്രയും സ്വത്ത് ഉണ്ടാകുന്നത്? ഓട്ടിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഉത്തരം. അപ്പം നമ്മൾ ഈ നിരന്തരം ശബരിമല വിഷയം പറയുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങ് അസ്വസ്ഥമാകും. നിങ്ങൾ വളവള പറയാതെ എന്തുവാ പറയുന്നത് എന്ന് അവർക്കെല്ലാം അറിയാവുന്നത് പോലെ ഓരോ ദിവസം വരുന്ന അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞില്ലേ, പറയുന്ന അപ്ഡേറ്റ് ചെയ്യല്ലേ. അപ്പം ഇതിനകത്ത് ഇപ്പം ED ഇന്നലെ എടുത്ത തീരുമാനം അല്ലെങ്കിൽ അന്വേഷണത്തിനകത്തും നമ്മൾ പറഞ്ഞതുപോലെ 28 അന്വേഷിക്കുന്ന 8 സ്ഥാപനങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നു. 3 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ റെയ്ഡ് നടത്തുന്നു. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറ്റാരോപിതനായിട്ട് വരുന്നുള്ള ആരും വെളി നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, SIT ഈ അന്വേഷണത്തിനകത്ത് അവർക്ക് ചില അരിപ്പകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരരിപ്പയ്ക്കകത്തുനിന്നുള്ളവൻ ഇപ്പോൾ അകത്ത് പോയി, തന്ത്രി. ഇപ്പം ആ അരിപ്പയ്ക്കകത്തൂടെ വെളി നിൽക്കുന്ന ആളാണോ കടകംപള്ളി സുരേന്ദ്രൻ, ആ അരിപ്പയ്ക്കകത്തൂടെ വെളി നിൽക്കുന്ന ആളാണോ ജയറാം, ആ അരിപ്പയ്ക്കകത്തൂടെ വെളി നിൽക്കുന്ന ആളാണോ അല്ലെങ്കിൽ മറ്റു ചിലരും എന്നൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് കടകംപള്ളിക്കെതിരെ അന്വേഷണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ED നോക്കിയപ്പോൾ വലിയ ബന്ധമുണ്ട്. ഈ പറയുന്ന പോലെ പോന്ന വഴിക്കൊന്ന് കയറി, അയ്യപ്പ ഭക്തനായതുകൊണ്ട് കയറി എന്നൊന്നും പറഞ്ഞാലും അല്ലെങ്കിൽ ആരൊക്കെ അയ്യപ്പ ഭക്തൻ, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആരൊക്കെ ഏത് തലത്തിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ പോലും നേരിട്ട് നിന്ന് തൊഴാൻ മടിക്കുന്ന ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ട് അച്ഛന് പുടവ കൊടുക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ താലികെട്ടിനും ഒക്കെ പോകുമെന്ന് പറഞ്ഞാൽ, അതിനാണ് പോയതെന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് ശബരിമലയിലോട്ട് പോയപ്പോൾ എന്നെ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞാലൊക്കെ വിശ്വസിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതങ്ങ് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും കേരളത്തിലുണ്ടാവും തോന്നുന്നില്ല. കാരണം ഒരു കാര്യം മാത്രം, ഒരടിച്ചളിക്കാരന് എങ്ങനെ ഈ മന്ത്രിയെ നേരിട്ട് വിളിക്കാൻ സാധിക്കും? നിങ്ങളാരെങ്കിലും മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ടോ? മന്ത്രിമാരെ വിളിച്ചാൽ നേരിട്ട് കിട്ടാൻ തന്നെ പാടാ. PA ഫോൺ എടുക്കുന്നത്, ഇന്നാളെന്ന് പറഞ്ഞാലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ അയാളുടെ ഒരു ബന്ധം ആലോചിക്കണം. ഇന്നലെ ഇതിൻ്റെ വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് നടത്തുമ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ പലവട്ടം ഇവിടെ വന്നു നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടൂർ പ്രകാശിൻ്റെ പേരും വന്നിട്ടുണ്ട്. അടൂർ പ്രകാശ് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനാണ് അടൂർ പ്രകാശൊക്കെ അവിടെ പോകുന്നത്? അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിൻ്റെ കൂടെ അടൂർ പ്രകാശിൻ്റെ കുടുംബം നിൽക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ കടകംപള്ളിയുടെ കുടുംബം നിൽക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നമ്മുടെ സോണിയാഗാന്ധിയുടെ കുടുംബം നിൽക്കും. അപ്പോൾ അത്രയ്ക്ക് വലിയ വലിപ്പം ഇയാൾക്ക് എന്താണ് ഉള്ളത്? അപ്പം അയാളുടെ വലിപ്പം നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് അന്താരാഷ്ട്ര റാക്കറ്റുമായിട്ട്, അയാൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് നമുക്ക് പുറത്തു നോക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ വിഗ്രഹക്കടത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളാണ്. അയാൾക്ക് അന്താരാഷ്ട്ര റാക്കറ്റുമായിട്ട് ബന്ധമുണ്ട്. ഒരു പക്ഷേ ഇവരെല്ലാം തമ്മിൽ ഈ പറയുന്ന റാക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിനകത്ത് വരുന്ന ആളാണല്ലോ തന്ത്രിയും, അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ആൾക്കാർ, ഇതിനകത്ത് മന്ത്രി മറ്റൊരു. അപ്പോൾ അവർ ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ ബന്ധപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന ടൂളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അറിയേണ്ടി വരും. ഇപ്പോൾ തന്നെ 30 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുകളിക്കാരനായിട്ട് വരുന്നതിന് 30 കോടി രൂപ ഉണ്ടാവണം. 30 കോടി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പം നമ്മൾ ഈ ഇതിനകത്ത് ഇടനിലക്കാരന് 30 കോടി രൂപ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് നടത്തിച്ചിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ നടന്ന കള്ളക്കടത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണ്, തുക എത്ര വലുതാണ്? നമ്മൾ പറഞ്ഞതുപോലെ, രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ 1000 കോടി രൂപയുടെ ഇടപാടെങ്കിലും നടന്നിട്ടുണ്ട ഒരു വിഷയമാണ് അദ്ദേഹം കൊണ്ടുവരുന്ന വ്യവസായികൾ സംസാരിച്ചത്. അതിനകത്ത് 500 കോടി രൂപയുടെ ഇടപാട് നടന്നു ശബരിമല. ഇനി 500 കോടി രൂപയുടെ കൂടെ നടക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപാടുകൾ എത്ര കാലം കൊണ്ട് നടക്കുന്നു? മാത്രവുമല്ല, ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോരുത്തരുടെ പേര് വെളി വരും. ഇപ്പം തെളിവുകൾ സഹിതം വെളി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം മാത്രമാണ് പോയത്, അദ്ദേഹം നൂലുകെട്ടിന് പോയതാണ്, ശബരിമല പോയ വഴിക്ക് ഒന്ന് കയറിയിട്ട് പോയതാണ്. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്തിനാണ് അവിടെ കയറി അന്നദ്ദേഹത്തിൻ്റെ കൂടെ? അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. രാജുവിൻ്റെ അടുത്ത് നേരത്തെ ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് ചോദിച്ചു. അയ്യോ, ആരാ പോറ്റി, എങ്ങനെയായിരിക്കുന്നത്, എവിടെ ആയിരിക്കുന്നത്, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ ഇപ്പോൾ വരുന്നുണ്ട്. ആരുടെ അച്ഛന് പുടവ കൊടുക്കുന്നു. സ്വന്തം അച്ഛന് പുടവ മേടിച്ച് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, സമയമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയമായി. രാഷ്ട്രീയ നേതാക്കൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ അച്ഛന് കൊണ്ടുവന്ന് ഏതാണ്ട് ഉപഹാരം കൊടുക്കുന്നു, മന്ത്രിയും കൊടുക്കുന്നു, ഇദ്ദേഹവും കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ എല്ലാം കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ, ഉണ്ണികൃഷ്ണൻ പോറ്റി, രാജു എബ്രഹാം, മന്ത്രി എല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നത് എന്താണ് ബന്ധം?
AKG സെൻട്രൽ നിരീശ്വരവാദികളായ അതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടൊക്കെ ഇവർക്ക് എന്താണ് ബന്ധം? AKG സെൻട്രലിലോട്ട് ED കയറും കേട്ടോ. AKG സെൻട്രലിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായതെല്ലാം. അപ്പം AKG സെൻട്രലാണ് ഇവരുടെ എല്ലാം ഇരിക്കുന്ന സ്ഥലം. അവിടോട്ട് ED കയറും. ഈ പറയുന്ന നേരത്തെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ അറിയുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും പറഞ്ഞ് ഇതിനകത്ത് ആൾക്കാർ നിൽക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരനകത്ത് കളങ്കിതനായിട്ടുള്ള ആൾക്കാർ വന്നാൽ അവരെ അങ്ങ് കണ്ടെത്തി പുറത്താക്കുന്ന നടപടിയാണ് നമുക്ക്. അപ്പം കളങ്കിതരാരുണ്ടായാലും പാർട്ടിക്ക് വിടില്ല. അപ്പം കളങ്കിതരെ എല്ലാം കൂടെ നുള്ളിപ്പറക്കി എടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോയും അല്ലെങ്കിൽ ED പരിശോധിച്ച് വരുമ്പോഴും അല്ലെങ്കിൽ CBI വന്ന് നോക്കുമ്പോഴും ഈ പറയുന്നത് പോലെ ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ ആരെങ്കിലുമൊക്കെ കാണുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദൻ മാഷിൻ്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ആരെങ്കിലുമൊക്കെ കാണുമോ? ഒറ്റയ്ക്ക് ഗോവിന്ദൻ മാഷ് സംസ്ഥാന കമ്മിറ്റി കൂടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയുണ്ട്. ഏതായാലും ED തീരുമാനിച്ചിരിക്കുന്നത് EDയുടെ റഡാറിൽ കടകംപള്ളി ഉണ്ട്. ഇവിടെ കടകംപള്ളിയുടെ കാര്യം EDക്ക് കേസെടുക്കണമെങ്കിൽ ചുമ്മാ നമുക്ക് കേസെടുക്കാൻ ഒക്കത്തില്ല. EDക്ക് കേസ് ഒരാളുടെ പേരിൽ എടുക്കണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാം മനസ്സിലായി. ഇവിടെ പോലീസ് സാധാരണ പോലീസും അല്ലെങ്കിൽ SIT അവർക്കിടയ്ക്ക് കേസ് എടുത്തതിന് ശേഷം തെരച്ചില്ല. പക്ഷേ മറ്റതെല്ലാം കണ്ടെത്തി എല്ലാം തെളിവുകളും ശേഖരിച്ച് ഇതാണ് നിങ്ങളുടെ പേരിലുള്ള തെളിവ് അല്ലെങ്കിൽ കേസ്, ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റം ഇന്നതിൻ്റെ ആണെന്ന് ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് മേടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഈ പറയുന്ന FIR അല്ലെങ്കിൽ അതിൻ്റെ കുറ്റപത്രത്തിൽ പോലുള്ള EDയുടെ പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചിട്ടാണ്. അപ്പം ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഇയാൾക്കുള്ള ബന്ധം എന്താണ്? ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുണ്ടോ? സാമ്പത്തിക ഇടപാടാണല്ലോ ED പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. സാമ്പത്തിക ഇടപാട് അന്വേഷിക്കുമ്പോഴാണല്ലോ ആ സാമ്പത്തിക ഇടപാടിനകത്ത ഗൂഢാലോചന വരുന്നത്. ആ ഗൂഢാലോചനയുടെ കേസ് അവർക്ക് മറ്റ് ഏജൻസികളെ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാൻ സാധിക്കും. ഇപ്പം സാമ്പത്തിക ഇടപാട് അന്വേഷിക്കുക, ഈ കൊളയ്ക്കകത്ത് രാജ്യാന്തര ഇത് നടന്നിട്ടുണ്ട്, രാജ്യാന്തര റാക്കറ്റ് എന്ന് പറയുന്നതിനകത്ത് രാജ്യവിരുദ്ധ ശക്തികളുണ്ടോ എന്ന് നോക്കും. രാജ്യവിരുദ്ധ ശക്തികളുണ്ടെങ്കിൽ എന്നെ എടുത്ത് അന്വേഷിക്കാൻ പറയും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ റാക്കറ്റുകളുണ്ടെങ്കിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഉണ്ട്, സംശയമുണ്ട്, അതിനകത്ത് ആ കേസ് CBI അന്വേഷിക്കാൻ പറയും. അപ്പോൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് CBI, അതിന് സംശയമൊന്നുമില്ല. അതിന് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കോടാനുകോടി രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു. കോടതി ആദ്യം പറഞ്ഞതുപോലെ ഈ രാജ്യാന്തര റാക്കറ്റ് അതായത് കടൽ കടന്നിരിക്കുന്നു. അതിൻ്റെ ഗൂഢാലോചനയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ മന്ത്രിമാരുൾപ്പെടെ MP-മാരുൾപ്പെടെ CPM-ൻ്റെ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഒരുപക്ഷെ BJP-യുടെ നേതാക്കന്മാരുടെ ഒന്നും ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. ഫോട്ടോയും മറ്റതും മറിച്ചതും ഒക്കെ നാളെ കാലത്തെ അതും പ്രതീക്ഷിക്കാം. കാരണം ഇവരുടെ മൗനം മര്യാദ കൊണ്ടുള്ള മൗനമല്ല, പെടുമോ എന്നുള്ള ആശങ്കയിൽ. അതായത് 98 തൊട്ട് അന്വേഷിക്കാൻ ഉള്ള ഒരു കച്ചവടമുണ്ട്. ED ഒക്കെ പോകുമ്പോൾ വ്യാപ്തിയിൽ പോകും കേട്ടോ, വ്യാപകമായിട്ട് പോകും. കാരണം അവർക്ക് അങ്ങനെ പോയേ ഒക്കത്തുള്ളൂ. കാരണം അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ കോടതി പറഞ്ഞതുള്ള 98 തൊട്ട് ഇങ്ങോട്ട് വരും. ഒത്തിരി കൊല്ലം കൊണ്ട് മറന്നു പോയിട്ടുണ്ടെന്നാണ് ഇന്നലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്. ഒത്തിരിയും കാര്യങ്ങളുള്ളതിൻ്റെ കൂട്ടത്തിൽ ഓർക്കുന്നില്ല കേട്ടോ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ മറന്നു പോയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഓർത്തെടുക്കേണ്ടി വരും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ED AKG സെൻട്രൽ എന്ന് വിചാരിക്കേണ്ടി വരും നാളെ കാലത്തെ.